എം.ആർ. അജിത് കുമാറിന് സ്ഥാനക്കയറ്റം നൽകാൻ അനുമതി. DGP റാങ്കിലേക്ക് സ്ഥാനക്കയറ്റം നൽകാനാണ് അനുമതി. സ്ക്രീനിംഗ് കമ്മിറ്റിയുടെ ശുപാർശ മന്ത്രിസഭ അംഗീകരിച്ചു. ശ്രീജിത്ത് വിവരങ്ങളുമായി. ശ്രീജിത്ത്, വിശദാംശങ്ങൾ. മന്ത്രിസഭായോഗമാണ് ADGP റാങ്കിലുള്ള എം.ആർ. അജിത് കുമാർ അടക്കമുള്ള ഉദ്യോഗസ്ഥർക്ക് DGP റാങ്കിലേക്ക് സ്ഥാനക്കയറ്റം നൽകാൻ അനുമതി നൽകിയത്. നേരത്തെ IPS ഉദ്യോഗസ്ഥരുടെ പ്രമോഷൻ സംബന്ധിച്ച സ്ക്രീനിംഗ് കമ്മിറ്റി ADGP എം.ആർ. അജിത് കുമാറിന് സ്ഥാനക്കയറ്റം നൽകാനുള്ള ശുപാർശ സമർപ്പിച്ചിരുന്നു. ഈ ശുപാർശ മന്ത്രിസഭ അതേപടി അംഗീകരിക്കുകയായിരുന്നു. നേരത്തെ PV അൻവറിന്റെ ആരോപണത്തിന് പിന്നാലെ ADGP എം.ആർ. അജിത് കുമാറിനെതിരെ വിജിലൻസ് അന്വേഷണം ഉണ്ടായിരുന്നു. എന്നാൽ ഈ വിജിലൻസ് അന്വേഷണം അദ്ദേഹത്തിന് പ്രമോഷൻ നൽകാൻ തടസ്സമില്ല എന്നൊരു നിലപാടാണ് സ്ക്രീനിംഗ് കമ്മിറ്റിയിൽ സർക്കാർ സ്വീകരിച്ചത്. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ADGP എം.ആർ. അജിത് കുമാറിന് DGP റാങ്കിലേക്ക് സ്ഥാനക്കയറ്റം ലഭിക്കുന്നത്. എം.ആർ. അജിത് കുമാറിനൊപ്പം ADGP റാങ്കിലുള്ള മറ്റൊരു ഉദ്യോഗസ്ഥനായ സുരേഷ് രാജ് പുരോഹിതിനും DGP റാങ്കിലേക്ക് സ്ഥാനക്കയറ്റം ലഭിക്കും. സീനിയോറിറ്റി പട്ടികയിൽ ആദ്യം സുരേഷ് രാജ് പുരോഹിത് ആയതുകൊണ്ട് DGP ആകുന്നതും ആദ്യം സുരേഷ് രാജ് പുരോഹിതായിരിക്കും. ശ്രീജിത്ത്, എന്തുകൊണ്ടാണ് ഇതിൽ ഈ അന്വേഷണം നടക്കവേ ഇത്തരത്തിലേക്കൊരു സ്ഥാനക്കയറ്റം അതിന് തടസ്സമില്ല എന്ന് പറയുന്നത്? വിവിധ കോടതി ഉത്തരവുകളെ മറ്റും പരാമർശിച്ചുകൊണ്ടാണ് സ്ക്രീനിംഗ് കമ്മിറ്റി വിജിലൻസ് അന്വേഷണം നടക്കുന്നുണ്ടെങ്കിലും പ്രൊമോഷൻ നൽകാൻ തടസ്സമില്ല എന്ന തീരുമാനം എം.ആർ. അജിത് കുമാറിന്റെ കാര്യത്തിൽ കൈക്കൊണ്ടത്. ഇത് സർക്കാരിന് അദ്ദേഹത്തോടുള്ള പ്രത്യേക പരിഗണനയാണെന്ന തരത്തിലുള്ള ആക്ഷേപങ്ങൾ വന്നിരുന്നു. എന്നാൽ സർക്കാർ അത് തള്ളുകയാണ്. ഈ പ്രൊമോഷൻ നൽകാൻ ഇപ്പോൾ നടക്കുന്ന ചെക്ക് വെരിഫിക്കേഷൻ അടക്കമുള്ള വിജിലൻസ് നടപടികൾ ഒരു തടസ്സമല്ല. അദ്ദേഹത്തിനെതിരെ ഏതെങ്കിലും തരത്തിലുള്ള കുറ്റം തെളിയിക്കപ്പെട്ടിട്ടില്ല എന്ന കാര്യമാണ് ചൂണ്ടിക്കാണിക്കുന്നത്. എന്തായാലും എം.ആർ. അജിത് കുമാറിന് സ്ഥാനക്കയറ്റം നൽകാനുള്ള നീക്കം അത് അദ്ദേഹത്തിനോടുള്ള സർക്കാരിന്റെ പ്രീതിയാണ് എന്ന തരത്തിലുള്ള ആക്ഷേപങ്ങൾ ഇപ്പോൾ വളരെ ശക്തമാണെങ്കിലും സർക്കാർ ആ നിലപാടിൽ മാറ്റം വരുത്തുന്നില്ല. അദ്ദേഹത്തിന് സ്ഥാനക്കയറ്റം നൽകാനുള്ള അനുമതി നൽകിയായിരുന്നു. ഇപ്പോൾ മന്ത്രിസഭ അംഗീകരിച്ചതോടെ അടുത്ത ഒഴിവിൽ എം.ആർ. അജിത് കുമാർ DGP റാങ്കിലെത്തും. എന്നാൽ സീനിയോറിറ്റി പട്ടികയിൽ ആദ്യം സുരേഷ് രാജ് പുരോഹിത് ആയതുകൊണ്ട് അദ്ദേഹത്തിനായിരിക്കും ആദ്യം പ്രൊമോഷൻ ലഭിക്കുക. നിലവിൽ വിജിലൻസ് അന്വേഷണം നേരിടുകയാണ് ADGP എം.ആർ. അജിത് കുമാർ. അദ്ദേഹത്തിന് സ്ഥാനക്കയറ്റം നൽകാനുള്ള അനുമതിയായിരിക്കുന്നു. DGP റാങ്കിലേക്ക് സ്ഥാനക്കയറ്റം നൽകാനുള്ള അനുമതി സ്ക്രീനിംഗ് കമ്മിറ്റിയുടെ ശുപാർശ മന്ത്രിസഭ അംഗീകരിച്ചു. ശ്രീജിത്താണ് ഈ വിവരം പുറത്തുവിട്ടത്. 24 ആണ് ഈ വാർത്ത ആദ്യം പുറത്തുവിടുന്നത്. ശ്രീജിത്ത്, ഇപ്പോൾ ഈ അന്വേഷണത്തിന്റെ നിലവിലെ അവസ്ഥ എന്താണ്? അത് ഏത് രീതിയിലാണ് പുരോഗമിക്കുന്നത്? അനുജ, PV അൻവർ ഉന്നയിച്ച ആക്ഷേപങ്ങളുടെ അടിസ്ഥാനത്തിൽ എം.ആർ. അജിത് കുമാർ വരവിൽ കവിഞ്ഞ സ്വത്ത് സമ്പാദിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ചും അദ്ദേഹത്തിന്റെ വീട് നിർമ്മാണവുമായി ബന്ധപ്പെട്ടും അദ്ദേഹത്തിന്റെ ഫ്ളാറ്റ് ഇടപാടുമായി ബന്ധപ്പെട്ടൊക്കെ തന്നെ പരാതികൾ ഉണ്ടായിരുന്നു. ഈ പരാതിയുടെ അടിസ്ഥാനത്തിൽ വിജിലൻസ് ഒരു അന്വേഷണം നടത്തുന്നു എന്ന കാര്യമാണ് സർക്കാർ. ആ അന്വേഷണത്തിന്റെ പുരോഗതി സംബന്ധിച്ച് ഇപ്പോഴും പൂർണ്ണമായും വ്യക്തതയില്ല. എന്നാൽ നിയമാനുസൃതമായിട്ടുള്ള വരുമാനം മാത്രമേ അക്കാര്യത്തിൽ അദ്ദേഹത്തിനെ കുറ്റപ്പെടുത്താൻ അല്ലെങ്കിൽ അദ്ദേഹത്തെ കുറ്റം ചേർത്താൻ കഴിയുന്ന ഒന്നുമില്ല എന്ന വാദമാണ് എം.ആർ. അജിത് കുമാർ ഉന്നയിക്കുന്നത്. അതിനുള്ള തെളിവുകളും മറ്റും അദ്ദേഹം സംസ്ഥാന പോലീസ് മേധാവിക്കും വിജിലൻസിനും ഒക്കെ തന്നെ കൈമാറിയിട്ടുണ്ട്. എന്തായാലും വിജിലൻസ് അന്വേഷണത്തിന്റെ കാര്യത്തിൽ കാര്യമായ ഒരു മുന്നോട്ട് പോക്കില്ല. എന്തായാലും എം.ആർ. അജിത് കുമാറിനെ കുറ്റപ്പെടുത്താൻ കഴിയുന്ന തരത്തിലുള്ള തെളിവുകളൊന്നും ഇല്ല എന്ന നിലയിലാണ് ഈ അന്വേഷണം പുരോഗമിക്കുന്നത്. അതാണ് ഇപ്പോൾ DGP റാങ്കിലേക്ക് സ്ഥാനക്കയറ്റം കിട്ടാൻ എം.ആർ. അജിത് കുമാറിന് സഹായകമായി മാറിയതും. സാധാരണ വിജിലൻസ് അന്വേഷണം നടക്കുമ്പോൾ ഇത്തരം ഈ പ്രൊമോഷൻ തടയുന്ന രീതിയുണ്ട്. എന്നാൽ എം.ആർ. അജിത് കുമാറിന്റെ കാര്യത്തിൽ അത്തരത്തിൽ ഒരു സമീപനം സർക്കാർ സ്വീകരിച്ചില്ല. മറിച്ച് ഉദാരമായ ഒരു സമീപനം സ്വീകരിച്ചുകൊണ്ട് എം.ആർ. അജിത് കുമാറിന് സ്ഥാനക്കയറ്റം നൽകാൻ അങ്ങനെയെങ്കിൽ അത് ചോദ്യം ചെയ്യപ്പെടാനുള്ള സാധ്യതയൊക്കെ ഇല്ലേ ശ്രീജിത്ത്? ഇങ്ങനെ അന്വേഷണം നടക്കവേ ഇത്തരത്തിലേക്ക് സ്ഥാനക്കയറ്റം നൽകാൻ മന്ത്രിസഭ അനുമതി നൽകുന്നു എന്ന് പറയുമ്പോൾ അത് നിയമപരമായി തന്നെ ചോദ്യം ചെയ്യാനുള്ള സാധ്യതയില്ലേ? അനുജ, സാധാരണ സ്ക്രീനിംഗ് കമ്മിറ്റിയാണ് ഇത്തരം കാര്യങ്ങൾ ഒരു അന്തിമ ധാരണയിലെത്തുന്നത്. അതായത് IPS IAS ഉദ്യോഗസ്ഥരുടെ പ്രൊമോഷൻ സംബന്ധിച്ച് ചീഫ് സെക്രട്ടറി അധ്യക്ഷയായ സ്ക്രീനിംഗ് കമ്മിറ്റികളുണ്ട് സർക്കാർ തലത്തിൽ. ഈ സ്ക്രീനിംഗ് കമ്മിറ്റിയുടെ ശുപാർശകൾ മന്ത്രിസഭയുടെ പരിഗണനയ്ക്ക് വരും. അത് അതേപടി അംഗീകരിക്കുകയും ചെയ്യുന്നതാണ് പതിവ്. ഇപ്പോൾ എം.ആർ. അജിത് കുമാർ വിവാദങ്ങളിൽ പെട്ടതുകൊണ്ടാണ് അദ്ദേഹത്തിന്റെ സ്ഥാനക്കയറ്റം സംബന്ധിച്ച കാര്യങ്ങൾ ഇപ്പോൾ അതിനൊരു വിവാദ ഛായ കൈവരുന്നതും അതുകൊണ്ടാണ്. എന്നാൽ ഇത് നിയമപരമായി ചോദ്യം ചെയ്യാനുള്ള സാധ്യത തള്ളിക്കളയാൻ കഴിയില്ല. കാരണം എം.ആർ. അജിത് കുമാറുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ രാഷ്ട്രീയ വിവാദമായി പരിണമിച്ചിട്ടുണ്ട്. PV അൻവർ MLA അദ്ദേഹത്തിനെതിരെ ഗുരുതരമായ ആരോപണങ്ങളും വിമർശനങ്ങളും ഉന്നയിച്ച് രംഗത്തുണ്ട്. അതുകൊണ്ട് നിയമപരമായ വേദികളിലേക്ക് ഇത് എത്താനുള്ള സാധ്യത തള്ളിക്കളയാൻ കഴിയില്ല. ADGP എം.ആർ. അജിത് കുമാറിന് DGP റാങ്കിലേക്ക് സ്ഥാനക്കയറ്റം നൽകുകയാണ് സ്ക്രീനിംഗ് കമ്മിറ്റിയുടെ ശുപാർശ മന്ത്രിസഭ അംഗീകരിച്ചു. ശ്രീജിത്താണ് വിശദാംശങ്ങൾ നൽകിയത്.